ലക്ഷ്മിക്ക് ഒരു വാക്ക് ഉപയോഗിക്കണം, പക്ഷേ ഇത് കാണിച്ചെന്ന് അറിയില്ല. തേർഡ് റേറ്റ് നാസ്റ്റി ഫ്രിജിഡ് പീസ് ഓഫ് വുഡ്. വെറും ഒരു മരക്കഷ്ണമാണ് ലക്ഷ്മി. അതായത് ലക്ഷ്മിനോട് എനിക്ക് പ്രത്യേകിച്ച് വലിയ വികാരമൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ ലക്ഷ്മി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ കണ്ടതുപോലെ ഇന്നലെ ഒനിൽ സാബു എവിക്റ്റ് ആയിരിക്കുകയാണ് നമ്മുടെ ബിഗ് ബോസിൽ നിന്ന്. അപ്പം ബിഗ് ബോസിൽ നിന്ന് എവിക്റ്റായി വരുന്ന വഴിക്ക് തന്നെ നമ്മുടെ ഒനിൽ സാബുവിനെ എയർപോർട്ടിൽ വെച്ച ആളുകൾ ക്വസ്റ്റ്യൻ ഇൻ്റർവ്യൂ ചെയ്യാനൊക്കെ ആയിട്ട് ഒത്തിരിയേറെ ആളുകൾ അവിടെ നിൽപ്പുണ്ട്. അവരൊക്കെ ഇപ്പം ആരോടും വ്യക്തിപരമായിട്ട് വൈരാഗ്യമുണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് പോകുന്ന പുള്ളിയാണ്. പുള്ളി ഡയറക്റ്റ് വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും പുള്ളിയുടെ എന്താ പറയുക സ്വഭാവം മലക്കനെ മറിയുകയാണ്. അപ്പം നമുക്ക് ആ ക്ലിപ്പിങ്സ് ഒക്കെ കാണാം. അതിനു മുമ്പ് പുള്ളി എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പം പുള്ളി സംസാരിച്ച കാര്യങ്ങളെ കുറിച്ചൊന്ന് കണ്ടിട്ട് വരാം. ലക്ഷ്മിനെ എനിക്കൊരു ക്യാരക്ടറുള്ള ആളായിട്ട് തോന്നിയിട്ടില്ല. വെറും ഈ പറഞ്ഞ പോലെ ഞാൻ പറയില്ല, ഞാനൊരു ലക്ഷ്മിക്ക് ഒരു വാക്ക് ഉപയോഗിക്കണം, പക്ഷേ ഇത് കാണിച്ചെന്ന് അറിയില്ല. തേർഡ് റേറ്റ് നാസ്റ്റി ഫ്രിജിഡ് പീസ് ഓഫ് വുഡ്. വെറും ഒരു മരക്കഷ്ണമാണ് ലക്ഷ്മി. അതായത് ലക്ഷ്മിനോട് എനിക്ക് പ്രത്യേകിച്ച് വലിയ വികാരമൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ ലക്ഷ്മി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലവരും പ്രശ്നത്തിൽ കയറിയിട്ട് അക്ബർ ശവന്തീനിയാണെന്നെങ്കിലും പറയാം. അതിനകത്ത് എന്തെങ്കിലും ഒരു ഉടായ്പ് കാണിക്കണവനാണെന്ന് പറയും. ലക്ഷ്മി വെറുതെ ഒരു ഷെക്മിയുടെ സൗണ്ട് കേൾക്കണല്ലോ. എനിക്ക് തോന്നുന്നു ഷെക്മിയുടെ സൗണ്ട് ഇപ്പോൾ ലക്ഷ്മി ഒരു ആദിലെന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നം ഉണ്ടല്ലോ, ആ പ്രശ്നം തന്നെ ഞങ്ങൾ കേൾക്കണത് ടി വി കാണിച്ചപ്പോഴാണ് വോളിയം കൂട്ടിയിട്ട്. ഇത് ഞങ്ങൾക്ക് കേട്ടില്ല. അത്രയ്ക്കും വേറെ ഒരു ലക്ഷ്മി വഴി തെറ്റി വന്നതാണ് അവിടെ. പിന്നെ ലക്ഷ്മിക്ക് എനിക്ക് തോന്നുന്നത് വല്ല ഇത്ര നിൽക്കണമെങ്കിൽ വലിയ ഹെവി PR കൊടുത്തിട്ടുണ്ടാവും. അല്ലാതെ ലക്ഷ്മിക്ക് അവിടെ ഒരു കളി എന്ന് പറഞ്ഞ സാധനമില്ല. ഇന്നത്തെ എൻ്റെ വിക്ഷൻ എപ്പിസോഡിൽ ലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ തന്നെ ഒരു ആക്റ്റീവ് അല്ലാത്തതാണ്. അത്രയും തണുത്തൊരു കണ്ടസ്റ്റൻറ്റിനെ അവിടെ വെച്ചോണ്ടിരിക്കണ നാട്ടുകാരുടെ മനസ്സിലായി. എനിക്കറിയില്ല നാട്ടുകാർ എന്താണ് നോക്കണേ, എന്താ കണ്ടേക്കണെന്ന്. ലക്ഷ്മി ഇങ്ങനെ നാട്ടുകാർ ശരിക്കും എല്ലാം കാര്യം കാണുന്നുള്ളത് കൊണ്ടാണ് നമ്മുടെ ഒനിൽ ഇപ്പോഴാണെങ്കിലും ഔട്ടായത്. കാരണം കഴിഞ്ഞ 2 നോമിനേഷനകത്ത് ഇല്ലാഞ്ഞത് കൊണ്ട് മാത്രം സേവായി പോയ ഒരു വ്യക്തിയാണ്. അത് കറക്റ്റ് ഇടണമെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ആ കമൻറ്റ് ബോക്സ് ഒക്കെ ഒന്ന് എടുത്ത് നോക്കണം. അപ്പം അതിൻ്റെ അകത്ത് തന്നെ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പം ഇത്രയും വെച്ച് കഴിഞ്ഞാൽ ഒനിലിന് ഇത്രയും സൗണ്ട് ഉണ്ട്, ഇത്രയും സംസാരിക്കാൻ അറിയാം എന്ന് തന്നെ പലർക്കും ഇപ്പം മനസ്സിലാവുന്നത് ഈ പുറത്തിറങ്ങി കഴിഞ്ഞുള്ള ഈ ഒരു കാര്യത്തിൻ്റെ അകത്തൂടെ ആയിരിക്കും. എനിവേ പലരും കമൻറ്റുകളിൽ നമുക്ക് കമൻ്റൊക്കെ കാണാം. അപ്പം അതിൻ്റെ അകത്ത് തന്നെ ആളുകൾ പലരും പല പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ ബാക്കി നമുക്ക് വീഡിയോസ് കണ്ടിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ലക്ഷ്മി ഇങ്ങനെ മറ്റേ രാജരവിവർമ്മയുടെ ഒരു ചിത്രത്തിലൊക്കെ കാണുന്ന പോലെ ഒരു മൂലക്ക് ഇരിക്കണ, ഒരു മൂലക്കൊരു മുത്തിയമ്മ, അത്രയുള്ള ലക്ഷ്മി മരക്കഷ്ണം. എന്നാൽ അതിലെ ഒരു എന്താണ് അതിനെ പറ്റി പറയണ, എനിക്ക് എന്ത് പറയണം ലക്ഷ്മിനെ പറ്റി. ലക്ഷ്മിയൊക്കെ അവിടെ ഉണ്ടാകുന്ന തന്നെ അറിയില്ല. ഇങ്ങനെ വന്നിട്ട് ലക്ഷ്മി ഒക്കെ പറഞ്ഞ ചാടി ഇങ്ങനെ അവിടെ മറ്റേ തുള്ളി കിടന്നിട്ടൊക്കെ എൻ്റെ അടുത്തുള്ള പ്രശ്നത്തിൽ മറ്റേ ബാത്റൂമിലൊക്കെ വന്നിട്ട് മൈക്കില്ല. അത് തന്നെ ഇതിൽ വോളിയം ബൂസ്റ്റ് ചെയ്ത് കാണിക്കണം. ഞാൻ ആദ്യം കേൾക്കല്ല എന്താണ് നീ പറയണതെന്നാണ് ആദ്യം ചിന്തിക്കണം, പിന്നെയാണ് മനസ്സിലായി അതൊക്കെ എനിക്ക് ഇവിടെ വോളിയം ബൂസ്റ്റ് ചെയ്ത് കാണിക്കണം എന്ന് തോന്നുന്നു. അത് ഞാൻ പിന്നെ ലാലേട്ടൻ്റെ എപ്പിസോഡിലാണ് ഇവള് ഈ പറഞ്ഞതൊക്കെ എന്താണെന്ന് ആ സമയത്ത് നമ്മൾ പ്രതികരിക്കുക. ഇവള് കണ്ടാന്ന് നോക്കണം, ഇവള് കാണാത്ത കാര്യത്തിനൊക്കെ പോയി പറഞ്ഞതിൽ വെറും ചാണപ്പുളി ഇത്രയും പരിയേറ്റു എന്ന് എനിക്ക് മനസ്സിലായില്ല. ഏഷ്യാൻ്റെ അതായത് ഞാനിപ്പോൾ 62 ദിവസം ഉണ്ടായിരുന്നല്ലോ അവിടെ. ലക്ഷ്മി അവിടെ കയറിയിട്ട് എത്ര ദിവസമായി, അതായത് ബൈൽഡാടായിട്ട് ഒന്നല്ലേ 62 ദിവസം നിൽക്കുമെങ്കിൽ സംസാരിക്കുക ലക്ഷ്മിനെ പറ്റി, അല്ലാണ്ട് വെറുതെ ഈ മരക്കഷ്ണത്തെ പറ്റി സംസാരിച്ചിട്ട് കാര്യം. പിന്നെ മാത്രമല്ല ലക്ഷ്മിയൊക്കെ മറ്റേ പറഞ്ഞാൽ ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ലാത്തവളാണ്. അത് ഞാൻ പറഞ്ഞ മറ്റേ ഇതിൽ ഞാൻ ഡിഫമേഷൻ കേസ് കൊടുക്കുന്നത്, ഞാൻ വക്കീലാണെന്ന് പേടിച്ച് അവൾ മുള്ളി. അത് കാരണം അവൾ വന്നിട്ട് പിന്നെ സോറി പറഞ്ഞത്, അല്ലാണ്ട് അവൾ സ്വന്തമായിട്ട് സോറി പറയണ അവളല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ആ പറഞ്ഞപ്പോഴാണ് അവൾ പേടിച്ചത്. ഈ പറഞ്ഞ പോലെ വെറും പേടിച്ചു കൂടിയാണ് ലക്ഷ്മിക്ക് അവിടെ വന്നേക്കണേ. ഞാൻ പറഞ്ഞ വഴിയേറ്റ് വന്നതാണ് ലക്ഷ്മിയൊക്കെ, ഒരു പിടിയില്ല എങ്ങനെയാണ് വന്നതെന്ന്, എന്ത് കണ്ടിട്ടാണ് കൊണ്ടുവന്നേക്കണമെന്ന് അറിയില്ല, ഒരു ഐഡിയ ഇല്ല. ഇതിനകത്ത് ആശ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നു പുള്ളി എവിക്റ്റായി പുറത്തേക്ക് വന്നത് പുള്ളിക്ക് ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഒരു ഫീൽ ആയിട്ടുണ്ട്, എന്നാ ആയിട്ടില്ല എന്നുള്ള രീതിയിലാണ് പുള്ളി എനിക്ക് തോന്നുന്നു അതിനോട് റിയാക്ട് ചെയ്യുന്നത്. അതുപോലെ ഒനിലിൻ്റെ സംസാരം കേട്ടിട്ട് നിങ്ങൾക്കൊക്കെ എന്ത് തോന്നുന്നു വെച്ചാൽ ഉള്ളിലുള്ളതിനൊക്കെ കൂടുതൽ എനിക്ക് തോന്നി ഇപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ഭയങ്കരമായിട്ട് എന്തോ ഒരു വ്യക്തി വൈരാഗ്യം തീർക്കുന്ന പോലെ ഒരു എനിക്ക് തോന്നുന്നു. ഇത്രയും കണ്ടസ്റ്റൻസ് ഇവരാരും ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഇത്രയും ആരെയും രൂക്ഷമായിട്ട് വിമർശിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഈ വർഷത്തെ BB എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഫ്ലോപ്പാണ്. ഇത്രയും വർഷം നമ്മൾ കണ്ട BB അല്ല. സത്യം പറഞ്ഞാൽ കണ്ടന്റ് ഉണ്ടോ എന്ന് പോലും നമുക്കല്ല, അത്രയ്ക്ക് ഫ്ലോപ്പായിട്ടുള്ള ഒരു BB ആണ് ഈ ഒരു വർഷത്തെ BB എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഇതിൻ്റെ അകത്ത് തീർത്തും കണ്ടന്റ് ഇല്ലാതെ വരുന്നത്
ഇതൊന്നും ഇപ്പോൾ ജിസേലൊക്കെ ഔട്ടായിട്ടുണ്ട്. ജിസേലൊക്കെ എലിമിനേറ്റ് ആവാൻ ഉള്ള ചാൻസ് എനിക്ക് തന്നെ അറിയില്ല. കാരണം പുള്ളിക്കാരിയുടെ എന്തെങ്കിലുമൊക്കെ കണ്ടൻസ് ഒക്കെ പുള്ളിക്കാരിക്കൊക്കെ ഉണ്ടാകും. ഒനിയിലൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 3rd വീക്കൊക്കെ വന്നപ്പം തൊട്ട് ഞാൻ എവിക്റ്റായി പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു കണ്ടത്തിന്. കാരണം അടുക്കള കഞ്ഞി കറി വെക്കാൻ പോയതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒനിയിലിനെയൊക്കെ കണ്ടിട്ട്. ബട്ട് അതിത്ര ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ അടിയിൽ ഒത്തിരിയേറെ കമൻറ്റ്സ് വന്നിട്ടുണ്ട്. ഈ പുള്ളിയുടെ ഈ ഒരു വീഡിയോയുടെ അടിയിൽ ഒത്തിരിയേറെ കമൻറ്റുകൾ വന്നിട്ടുണ്ട്. പുറത്ത് വന്ന ഒരാളെ ഇങ്ങനെ കുറ്റം പറയുന്നത് ശരിയല്ല, വേറെ ആരും ഇങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, അത് കറക്റ്റായിട്ടുള്ള കാര്യമാണ്. ആദ്യം മുതലേ ഇഷ്ടമല്ല, ഒരുമാതിരി അവിഞ്ഞ ആറ്റിറ്റ്യൂഡ്, 1% പോലും ഇഷ്ടമല്ല. ഓക്കെ, അത് കറക്റ്റാണ്. ഇവനോടൊരിക്കലും ലക്ഷ്മി മാപ്പ് പറയരുതായിരുന്നു എന്ന് തോന്നിപ്പോകുന്നു, സ്വയം പൊങ്ങി. കറക്റ്റ് കാര്യമാണ് കേട്ടോ. മൊത്തം പക ഫാമിലി, വെറുതെ അല്ല വീട്ടിൽ മരുമക്കൾ നിൽക്കാത്തത്. അങ്ങനെയൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. അതിപ്പം നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. ഇയാളെ ഇത്രയും പെട്ടെന്ന് പുറത്താക്കിയത് ഇയാളുടെ അമ്മയാണ്. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. എന്താണോ സംഭവം എന്നറിയില്ല. ഇവനല്ലേ പറഞ്ഞത് എല്ലാം അവിടെ കഴിഞ്ഞുവെന്ന്. ഇവൻ മൊത്തം ഡബിൾ സ്റ്റാൻഡ് ആണല്ലോ. ഇവൻ അഹങ്കാരിയാണ്. ലക്ഷ്മിക്കൊരു തെറ്റു പറ്റി, അതിനെ പരസ്യമായി ലോകത്തോട് മാപ്പ് പറഞ്ഞു. അതെല്ലാവർക്കും മനസ്സിലായി. ഇവനേക്കാൾ ക്വാളിറ്റി ഉള്ളതാണ് ലക്ഷ്മി. ലക്ഷ്മി സേവ് ആയതിൻ്റെ കലിപ്പാണ് വേട്ടാവളിയന്. കുത്തിത്തിരിപ്പ്, പൊങ്ങച്ചം, അവിഹിതം, സദാചാരം, ഇതാണ് ഒനീൽ സാബു. അവളുടെ ഭാഗത്ത് നിന്ന് വലിയൊരു തെറ്റ് സംഭവിച്ചു. അതിനവർ മാപ്പ് പറഞ്ഞു. പറ്റുമെങ്കിൽ ക്ഷമിക്കുക. ഇങ്ങനെ ഒരു സ്വയം പൊങ്ങി. ഒനീൽ എന്തിനാൽ ലക്ഷ്മിയെ കുറ്റം പറയുന്നത്? കഷ്ടം. ഒനീലിന് അത് വേണ്ടിയിരുന്ന എവിക്ഷനും ആയിരുന്നുവെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്കും കമൻ്റായിട്ട് രേഖപ്പെടുത്താം. നിങ്ങൾക്ക് ഒനീലിന് ഇഷ്ടമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ ഒക്കെ നിങ്ങളുടെ കമൻസിന് സ്വാഗതം ചെയ്യും.